ഒരു മിനിറ്റ് കണ്ട നേരം. എന്താണ്? അപ്പൊ അതാ അജയനെ വിളിച്ച് നേരേക്ക് കൂടെ. വെള്ളം എടുക്കണില്ലേ? പവർ ചെല്ലണില്ലേ മോട്ടറിലേക്ക്? പിന്നെന്താ കുഴപ്പം? ഈ നിസാര കാര്യത്തിനൊക്കെ തൊട്ടപ്പുറത്തല്ല അജയുള്ള, അതൊന്ന് വിളിച്ചോ, നേരേക്കിക്കോ. ഞാൻ ഇവിടെ സ്റ്റുഡിയോയിലല്ലേ, ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിസ്റ്റ് അവിടെ ക്യാബിനിൽ വെയിറ്റ് ചെയ്യണ്, ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ സ്റ്റുഡിയോന്റെ ഓണറല്ല, ഞാൻ ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ മാത്രമാണ്. അത് ഏത് നേരത്തും ഇങ്ങനെ നിസാര കാര്യത്തിനൊക്കെ ഇങ്ങനെ ഏത് നേരം വിളിച്ചുകൊണ്ടിരുന്നാലും എങ്ങനെ ഇവിടെ വർക്ക് തടസ്സപ്പെടില്ലേ? കോള് വരുമ്പോ ആരും ഈ ഫോൺ വെച്ചേ, പിന്നെ വിളിക്കാം. എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, എങ്ങനെ നിസാര കാര്യത്തിന് വിളിച്ചോണ്ട്. ഓക്കെ, റെഡി. മോനെ, എടാ കറക്റ്റ് ഞാൻ ആക്ഷൻ പറയുമ്പോ അവിടുന്ന് വരണം കേട്ടാ. തെറ്റിക്കരുത് കേട്ടാ. ഓക്കെ, റെഡി. ഫ്രെയിം എങ്ങനെ? കറക്റ്റ് കിട്ടണം കേട്ടാ. റോൾ ചെയ്തോ. റോളിംഗ് അല്ലേ? ആക്ഷൻ. കട്ട്. അതെങ്ങനെ എന്താ സംഭവം വെച്ചാൽ ഇങ്ങനെ മുഖം താഴ്ത്തി പിടിക്കരുത്. താഴ്ത്തി പിടിച്ച മുഖം ഫേസ് കാണില്ല. ഇവിടെ ഒന്നും കൂടി ചെയ്യാം കേട്ടാ. തെറ്റിക്കരുത് കേട്ടാ. കരയണം കേട്ടാ. കരഞ്ഞോ? കരയണം. ചെറിയ ശബ്ദം ഉണ്ടാക്കി കരഞ്ഞിട്ട് വരില്ലേ? അങ്ങനെ വരണം കേട്ടാ. മുഖം താഴ്ത്തി പിടിക്കരുത് കേട്ടാ. ഫേസ് താഴ്ത്തരുത്. റെഡി, നോക്കാം. ആക്ഷൻ. കട്ട്. എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മുഖം താഴ്ത്തി പിടിക്കരുത്. ഫേസ് താഴ്ത്തിയാ കാണില്ലല്ലോ, കരയണ കാണില്ല. അപ്പൊ എത്ര പ്രാവശ്യം ഞാൻ പറയണ്? പക്ഷെ എന്താ ചെയ്യാ? ഒന്നുകൂടി നോക്കാം അല്ലേ? ഒറ്റ പ്രാവശ്യം കൂടി കേട്ടാ. തെറ്റിക്കരുതേ. വെച്ചോ. കറക്റ്റ് ഫ്രെയിം ഓക്കെ അല്ലേ? റോൾ ചെയ്തോ കേട്ടോ. ആക്ഷൻ. കട്ട്. ഇങ്ങനെയല്ല, തല താഴ്ത്തിയിട്ട് വരാൻ ഞാൻ പറഞ്ഞതല്ലേ. എത്ര പ്രാവശ്യം തെറ്റിക്കണ്? അവനെ കൊണ്ട് പറ്റില്ല, ഒഴിവാക്കി. എന്താ ചെയ്യാ? ഒരു മിനിറ്റ്, ഒരു കോള് തരുന്നത്. എന്തേ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിസാര കാര്യങ്ങൾക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കരുതെന്ന്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കല്ലേ, ഞാൻ ഇവിടെ കുട്ടികളി കളിക്കല്ല. അപ്പൊ ഇതിനൊക്കെ എന്തിനാ എന്നെ വിളിക്കണത്? പഞ്ചസാര കഴിഞ്ഞ് അവിടെ കടയിൽ പോയിട്ട് വാങ്ങുക, തൊട്ടപ്പുറത്ത് തന്നെയല്ലേ. എത്ര പ്രാവശ്യം പറ, എത്ര തലയിൽ കയറുന്നില്ലേ പറഞ്ഞാൽ? നിസാര കാര്യത്തിന് വിളിക്കുക. നേരത്തെ വിളിച്ചപ്പോൾ ബിസി എന്തായിരുന്നു ചോദിക്കാം, പിന്നെ വിളിക്കുക. അപ്പോൾ ഇവിടെ വർക്ക് നടക്കണ്ടേ? ഭാര്യയെ വിളിക്കുന്നത് നമുക്ക് ഇവിടെ എല്ലാവരോടും ഇങ്ങനെ നടന്ന് പറയാൻ പറ്റുമോ? ഈ ഒന്ന് ഫോൺ വെച്ചത് ഇങ്ങനെയുണ്ടൊരു ശല്യം. പറയണ്ട ചങ്ങാതി. ഭാര്യ ഏത് നേരത്തും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കന്നെ. നിമിഷം മാറുമ്പോൾ ഇങ്ങനെ വിളിക്കും. എന്ത് നിസാര കാര്യത്തിന് വിളിക്കാം. അപ്പോൾ പഞ്ചസാര കഴിഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന്. പഞ്ചസാര കഴിഞ്ഞാൽ പോയി വാങ്ങണം. തന്നെ ഇങ്ങനെ നിസാര കാര്യത്തിന് വിളിച്ചിട്ട് എന്തിനു ശല്യം. അപ്പോൾ ഇതെന്താ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇത് നമുക്കെന്നാ പിന്നെ എടുത്താലോ? അവനൊന്ന് റിലാക്സ് ആവട്ടെ. എൻ്റെ ബിളെ ഒന്നും നടക്കണ കേസല്ല. പിന്നല്ലാണ്ട് ഇല്ലടി, അതൊന്നും ശരിയാവൂല. ഇതിപ്പോ ഈ ഡോക്യുമെന്ററി ആയതുകൊണ്ടാണ് ഈ കുഴപ്പേ. അതിപ്പോ നമ്മള് നേരത്തെ ടൈമിന് കറക്റ്റ് കൊടുത്തിട്ടില്ല വെച്ചെങ്കിൽ ഇപ്പൊ നമ്മളത് ഏറ്റുപോയില്ലേ. ഇനിയിപ്പോ എന്താ ഇവരെപ്പോഴാ വരത്? അറിയില്ല. പത്രസമ്മേളനം നടത്താൻ ഏൽപ്പിക്കുകയും ചെയ്ത് അതൊന്നും അവരുടെ അടുത്ത് കൊടുക്കുകയും വേണം. നാളത്തെ പത്രത്തിൽ വരും വേണേ. ഔട്ട് നാളെ കൊടുക്കണം കേട്ടോ രാവിലെ. ഒരേ അല്ല, അവര് വൈകിട്ട് തിയേറ്റർ ബുക്ക് ചെയ്തിരിക്കുകയാണ്.
അവിടെയാണ് നമുക്ക് പറയാൻ പ്രദർശനം. പറ്റുള്ളൂ. ഷോ അവിടെ ചെയ്യാന്നൊക്കെയാണ് അവർ പറയണത്. ഇത് ഈ പാർട്ടിയുടെ ഇതായതുകൊണ്ടാണേ. നമ്മൾ ഈ രാഷ്ട്രീയക്കാരായിട്ട് ഇടപെട്ടുള്ള പ്രശ്നം ഇതാണ്. പൈസയും കറക്റ്റായിട്ട് കിട്ടില്ല, ടെൻഷൻ തന്നെ. ഇവര് നോക്കാം. എത്ര മണിയാവും? 4 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത്ര സമയം 5 മണിയാവാനായിട്ടാ. 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ആരാണ്? ആ, ഇതും കൂടി ടെൻഷൻ അടക്കി വേണ്ട. ഇതാരാ? ആരും അല്ലാണ്ടെന്താ, ഫോൺ എടുത്തൂടെ? ആ നിസ്സാര കാര്യത്തിന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിളിക്കും, പഞ്ചസാര തീർന്നാ അപ്പൊ വിളിക്കും, ടാങ്കിൽ വെള്ളം തീർന്നാ അപ്പൊ വിളിക്കും, അല്ലെങ്കിൽ ഫോണ് ഇപ്പൊ എല്ലാ വീട്ടിലും സ്ഥിതി ഇത് തന്നെയാണ്. ഇങ്ങനെ വിളിച്ചൊരു വർക്ക് ചെയ്യണതിലിടയ്ക്കാ ഉളഞ്ഞു. എടുക്കണില്ലല്ലോ. നോക്ക്. എന്തെടുക്കണത് അല്ലെങ്കിൽ ടെൻഷനായിട്ടാ മനുഷ്യൻ നിൽക്കണം. ഇത് കഴിഞ്ഞിട്ട് വേഗം വീട്ടിൽ പോകാൻ കൂടെ നോക്കാനല്ല. എടുക്കണം. എന്താ സംഭവം എന്ന് ചോദിച്ചോളൂ. ഒരു കാര്യമില്ലേ, ഇതാ ഇനി വിളിക്കുന്നത് തന്നെ വെറുതെ. എന്തെങ്കിലും അത്യാവശ്യം ഒരത്യാവശ്യം ഇല്ല, ടാങ്കിൽ വെള്ളം തീർന്നിട്ട് വയ്യെടുക്കാം. കേട്ടാ ടാങ്കിൽ വെള്ളം തീർന്ന് പഞ്ചസാര കഴിഞ്ഞ് തന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും